ഹലോ, നമ്മളുടെ അഗ്രീൻടെക്സ് കാഴ്ചയുടെ ബാക്കിയാണ് ഈ കാണുന്നത്. പഞ്ചശാല ഓർഗാനിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സ്റ്റോളാണ്. അവർ നാടൻ പശുക്കളുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ പല പരിചയക്കാരുമായിട്ട്, നമ്മളൊരു കൃഷിക്കാരനാണ് പറഞ്ഞപ്പോൾ, നാടൻ പശുവിനെ വളർത്തുന്ന ആളെ പറഞ്ഞപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം പരിചയപ്പെടുത്തി. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒരു ഓൺലൈനായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കോർപ്പറേറ്റ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ സാമ്പ്രാണി കുറ്റി പോലത്തെ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് അവർക്കുണ്ട്. ഇത് അവരെനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നാട്ടോ. നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ അവർ ഉപയോഗിച്ച് നോക്കുന്നതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നാണ്. അപ്പോൾ നമ്മളിന്നപ്പോൾ അത് ഉപയോഗിച്ച് നോക്കാണ്ടി പോവുകയാണ്. ഇത് നമ്മളുടെ ഈ ചാണകം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, നാടൻ പശുക്കളുടെ ചാണകം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രെയിം പോലെ, ഒരു കുറ്റി പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആ കൂടിലേക്ക് നമ്മളുടെ സാമ്പ്രാണി അവർ ഒഴിച്ചു വെച്ചിരിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ തന്നെ കൊതു വരാതിരിക്കാനും റൂമൊക്കെ നല്ല മണം ഉണ്ടാവാനും ഒക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ നമുക്ക് പലപ്പോഴും കൊതുവിൻ്റെയൊക്കെ മഴക്കാലമല്ലേ, കൊതുവിൻ്റെയൊക്കെ ശല്യമുള്ള ആളുകൾക്ക് ഇതങ്ങ് ഒരു വൈകിട്ടൊന്ന് പുകച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. നന്നായി തോന്നി എനിക്ക്. നമ്മളത് കത്തിക്കേണ്ടത് ആ സൈഡിലുള്ള ആ ഫ്രെയിം വർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലാണൊന്ന് കത്തിക്കേണ്ടത്. അത് കത്തിച്ച് കഴിഞ്ഞാൽ പതുക്കെ അത് പുകഞ്ഞു തുടങ്ങും. അത് പുകഞ്ഞു തുടങ്ങി ആദ്യം വരിക ശരിക്കും നമുക്ക് ഒരു സാമ്പ്രാണിയുടെ മണം അല്ല കേട്ടോ. ഫസ്റ്റ് വരുന്നത് വേറെ ഇതിൻ്റെ ഇത് ചാണക വരളി കത്തുന്ന സമയത്തുള്ള മണമാണ് വരിക. പക്ഷേ പെട്ടെന്ന് തന്നെ സാമ്പ്രാണി ഉരുകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാമ്പ്രാണിയുടെ മണം വരും. ഇത് കണ്ടില്ലേ, നല്ല നല്ല മണം കേട്ടോ. റൂമിനകത്തൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഓർഡർ ചെയ്തോളൂ കേട്ടോ.